ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഈ നമ്മളുടെ തറയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പരസ്യങ്ങളൊക്കെ വരും. നിമിഷ നേരം കൊണ്ട് നമ്മളുടെ തറ പളപളാന്ന് തിളങ്ങാൻ, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഏത് കറയും മാറ്റും, നമുക്ക് പളപളാന്ന് നമ്മളുടെ ഫ്ലോറൊക്കെ ഭയങ്കര തിളങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൊല്യൂഷൻസ്, ഒരുപാട് ലിക്വിഡ് ക്ലെൻസേഴ്സ്, ഇതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട് അല്ലേ. അതവിടെ നിൽക്കട്ടെ. ഉണ്ടല്ലോ ഈ നമ്മുടെ കൊറിയൻ സീരീസ്, ജാപ്പനീസുകാരുടെ വ്ളോഗ്സ്, അതൊക്കെ ഞാൻ കാണാറുണ്ട്. അവരുടെ തറയുണ്ടല്ലോ, ഫ്ലോറ്, അതെപ്പോഴും ഭയങ്കര ക്ലീൻ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ കൊറിയൻ സീരീസിലൊക്കെ കാണുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടാണ് അവരവരുടെ തറ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതിൻ്റെ പിന്നിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പരസ്യങ്ങളിൽ കാണുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രൊഡക്ട്സ് ഒന്നുമല്ല, അവരുടെ കൾച്ചറാണ്. കൾച്ചർ കൊണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് തറ വൃത്തിയാക്കാമെന്നല്ലേ നോക്കാം. നമ്മുടെ വീട്ടിലെ തറ, ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് നമുക്ക് അത്ര വലിയ ഇതുണ്ടോ? വൃത്തിയായി നമ്മൾ അടിക്കും, ഇടയ്ക്ക് തുടയ്ക്കും, ഇതൊക്കെ ചെയ്യും. നമ്മൾക്ക് ഇങ്ങനെ ചവിട്ടി നടക്കുന്ന ഒരു സാധനം അല്ല, ഒരു പ്ലേസ്, അതല്ലേ ഉള്ളൂ നമുക്ക് തറ. പക്ഷെ ജാപ്പനീസുകാർക്ക് അങ്ങനെയല്ല. അവർക്ക് അവരുടെ വീടിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംതിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവരുടെ ലൈഫിൻ്റെ ഒരു പാട്ട് പോലെയാണ് ആ സാധനം. കാരണം ഞാൻ 2-3 വീഡിയോസ് മുന്നേ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കട്ടിൽ യൂസ് ചെയ്യാതെ അവർ ഭക്ഷണം കഴിക്കുന്നതും തറയിലിരുന്നിട്ടാണ്. ഭൂരിഭാഗം ആൾക്കാരും ഉറങ്ങുന്നതും തറയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെയാണോ നമ്മുടെ ശരീരം നോക്കുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, നമ്മളുടെ ശരീരം നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നില്ലേ, അതേപോലെ തന്നെ അത്രയും കെയറോട് കൂടെ തന്നെയാണ് അവരവരുടെ വീട്ടിലെ ഓരോ തറയും അവർ കാണുന്നത്. കാരണം ഈ ഫ്ലോർ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൻ്റെ ഒരു പാട്ടാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. സോ അതുകൊണ്ട് ഡെയിലി നമ്മൾ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ അവർ കെയർ എടുത്തിട്ട് തന്നെയാണ് അവരുടെ തറ വൃത്തിയാക്കി കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും നമ്മൾ മുറി അടിക്കാൻ വേണ്ടിയിട്ട് പുൽച്ചൂലല്ലേ യൂസ് ആക്കുന്നത്. എനിക്കും പുൽച്ചൂല തന്നെയാട്ടോ ഇഷ്ടം. പക്ഷേ ഇവിടെ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. പക്ഷെ കൂടുതലായിട്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടില്ലേ, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ സാധനമാണ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ അതേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതാ യൂസ് ആക്കുന്നത്. ഇവർ ഒരിക്കലും ഇതുപോലെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള ഈ നമ്മളുടെ ചൂലൊന്നും ഇവർ യൂസ് ആക്കില്ല. അവർ യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഹോഗി എന്ന് പറഞ്ഞിട്ട്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മളുടെ തറയ്ക്കൊക്കെ ഒരു പോറലോ അങ്ങനത്തെ ഒന്നും വരാത്ത രീതിയിൽ ഉള്ള ഒരു എന്താണ് ബ്രൂം, ലൈക്ക് മറന്നുപോയി, പേര് മറന്നുപോയില്ല, ചൂലാണ് അവർ യൂസ് ആക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പല്ല് തേക്കുന്ന സമയത്തുണ്ടല്ലോ, സോഫ്റ്റ് ബ്രഷ് നമ്മൾ യൂസ് ആക്കില്ലേ, ഹാർഡായിട്ടുള്ള ബ്രഷ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ മോണയൊക്കെ വേദന എടുക്കും. അതേപോലെ തന്നെ ഈ തറേനെ ജസ്റ്റ് ലൈക്ക് നമ്മളുടെ ഒരു ഇതുപോലെ തന്നെ കണ്ടിട്ട് ഹാർഷായിട്ടുള്ള ചൂല് വെച്ചിട്ട് നമ്മൾ തൂത്ത് കഴിഞ്ഞാൽ അവരുടെ തറയിൽ മറ്റേ പോറലും ഇതൊക്കെ വരും. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചൂല് വെച്ചിട്ടാണ് അവർ തറയൊക്കെ അടിച്ചു വരുന്നത്. പിന്നെ അവിടെ മിക്കവരും ഇപ്പോൾ തുണിയില്ലേ തുടയ്ക്കുന്നത്, തുണി വെച്ചിട്ടാണ് തറ തുടയ്ക്കുന്നത്. ഞാൻ തുണി വെച്ചിട്ടൊന്നുമല്ല കേട്ടോ തറ തുടയ്ക്കുന്നത്, വയ്യായികയാണെന്നൊക്കെ. പണ്ടത്തെ കാലത്ത് നമ്മളുടെ നാട്ടിലും അമ്മമാരെല്ലാവരും നമ്മളുടെ മറ്റേ ഇപ്പത്തെയുള്ള കോലുമ കുത്തിയിട്ടുള്ള സാധനം വെച്ചിട്ടൊന്നും അല്ലല്ലോ തറ തുടച്ചുകൊണ്ടിരുന്നത്, തുണി വെച്ചിട്ടല്ലേ. ഇവർ ഫോളോ ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഫ്ലോർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരവിടെ കുനിഞ്ഞിരുന്നിട്ട് തുണി കൊണ്ട് അവർ തുടയ്ക്കുന്നത് അവർക്ക് അത്രയ്ക്കും ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ഗുണം എന്താ? നമുക്ക് തറ വൃത്തിയാവൽ മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലത് ഈ കോല് വെച്ച് തുടയ്ക്കാതെ തറയിലിരുന്ന് തുടയ്ക്കലാണല്ലോ. അത് ഞാനും ഫോളോ ചെയ്യാറൊന്നുമില്ല. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഈ കോല് വെച്ച് തൂത്ത് കിടന്നൊന്നും ചെയ്യാൻ മേലാത്. ഞാനടക്കം നിങ്ങളെല്ലാവരും നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റിലും ഇതിലും കാണുന്ന നമ്മുടെ കെമിക്കൽ ലിക്വിഡ് സൊല്യൂഷൻസ് ഇതൊക്കെ യൂസ് ചെയ്തൊക്കെ തന്നെയാണ് നമ്മളുടെ തറ തുടയ്ക്കാറുള്ളത്. ഞാൻ പക്ഷെ ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് അത് യൂസ് ചെയ്യാറില്ല. ഞാൻ നമ്മുടെ വിനാഗിരിയും അതുപോലെ തന്നെ ചില സമയത്ത് ബേക്കിംഗ് സോഡയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തറ തുടയ്ക്കാറുള്ളത്, നാരങ്ങ നീരും. അപ്പോൾ ഒരു മണം കിട്ടും. ഇവർ ഈ പറയണ പോലെ ഇങ്ങനത്തെ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇവരുടെ ഫ്ലോറിൽ ഇവർ യൂസ് ആക്കില്ല. ഇവർ ഭയങ്കര മൈന്യൂട്ടായിട്ട് ഭയങ്കര മൈൽഡായിട്ടുള്ള ക്ലെൻസേഴ്സാണ് ഇവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ബോഡിയിലും ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ മറ്റേ ഭയങ്കര ഹാർഡായിട്ടുള്ള, ഇപ്പം
pH ലെവലൊക്കെ ഭയങ്കര കുറഞ്ഞിട്ടുള്ള കുറേ സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെയൊക്കെ നമ്മളിപ്പം യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ബോഡീനെ പറ്റിയിട്ട് നമുക്ക് ആകുലതയും വ്യാകുലതയും ഉള്ളത് കൊണ്ടല്ലേ നമ്മളത് യൂസ് ആക്കുന്നത്. ഇവർക്ക് ആ സെയിം വ്യാകുലതയും ആകുലതയും അവരുടെ ഫ്ലോറിനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഹാർഷായിട്ടുള്ള ഒരു കെമിക്കൽസും യൂസ് ചെയ്തിട്ട് അവരുടെ തറ ക്ലീൻ ആക്കില്ല. അവരിതുപോലെ മൈൽഡായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്ലെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ തറ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഭയങ്കര പളപളാന്നിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ച് പൊടി, അതാണ് അവരുടെ മോട്ടീവ്. കാരണം അവരങ്ങനെയാണ്. അവർ ഒരുപാട് ഫർണിച്ചേഴ്സ് ഒന്നും അവർ യൂസ് ആക്കില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്ക് കട്ടിൽ തന്നെ ഒരുപാട് പേർക്കില്ല. ഫോൾഡബിൾ ആയിട്ടുള്ള ചെറിയൊരു മാട്രസ്സാണ്. അത് രാത്രി ഉറങ്ങാൻ നേരത്ത് അവരിടുന്നു. ഉറങ്ങി എഴുന്നേറ്റ് കഴിയും അതേപോലെ തന്നെ മടക്കി അവർ കബോർഡിനുള്ളിലേക്ക് ആക്കുന്നു. ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയേഴ്സും കാര്യങ്ങളും അവർക്കില്ല. ഒരു ചെറിയൊരു ഫ്ലോറിന് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ടേബിൾ ഉണ്ടാവും. അതിൻ്റെ ചുറ്റും ഇരുന്നിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ഫർണിച്ചറുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറേ പൊടികളും അവർക്ക് കുറഞ്ഞു കിട്ടും. നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ ഏറ്റവും അടിയിലും ടേബിളിൻ്റെ ഏറ്റവും അടിയിലൊക്കെ നമ്മൾ കുറച്ച് നാളായിട്ട് പൊടി തട്ടാതിരുന്ന് കഴിഞ്ഞാൽ മാറാലയൊക്കെ പിടിച്ചിരിക്കൂലേ. അപ്പോൾ അത് പൊടി കൂടുതലും നമുക്ക് വരത്തേ ഉള്ളൂ. ഇൻ കേസ് നമ്മൾക്ക് അവിടെ ആ ഒരു ചെയേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കസേരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടല്ല പറയണേ, നമ്മുടെ കൾച്ചർ ഇങ്ങനെയാണ്. നമ്മൾ ഡൈനിങ് ടേബിളും ചെയറൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ശീലിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളെക്കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന കുറേ സംഗതികൾ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രയും പൊടി കുറയും. അപ്പം അത്രയും നല്ല രീതിക്ക് നമ്മളുടെ തറയൊക്കെ കിടക്കും. പിന്നെ അവർ ഡെയിലി നമ്മൾ കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഡെയിലി അവരുടെ തറയും അവർ വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. ഒരു 10 മിനിറ്റ് എടുത്തിട്ട് അവരുടെ തറ എല്ലാ ദിവസവും അടിക്കാനും ഇതേപോലെ തന്നെ തുണി വെച്ച് തുടയ്ക്കാനും അവർ മറക്കാറില്ല. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുന്നത് കൊണ്ട് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരണില്ല. അവരുടെ ഫ്ലോറൊക്കെ എപ്പോഴും നല്ല രീതിക്ക് തിളങ്ങും. കാരണം പൊടി പിടിച്ച തറയിലിരുന്ന് ഭക്ഷണം കഴിക്കാനും പൊടി പിടിച്ച തറയിലിരുന്ന് കിടന്നുറങ്ങാനും പറ്റില്ലല്ലോ. പിന്നെ അവരുടെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ വെച്ചാലുണ്ടല്ലോ, നമ്മൾക്ക് വെയിലും മഴയും ഒന്നും അടിക്കാതെ നമ്മളെ സേഫായിട്ട് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ നമ്മൾ സേഫായിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ വീടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം കെയർ അവരുടെ വീടിനും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവരുടെ വീട് വൃത്തികേടായിട്ട് ഇരിക്കാനോ അഴുക്കൊക്കെ പിടിച്ചിരിക്കാനോ അവർ അനുവദിക്കാറില്ല. അത്രത്തോളം റെസ്പെക്റ്റോട് കൂടിയാണ് ജാപ്പനീസ് കൾച്ചറിൽ അവർ താമസിക്കുന്ന സ്പേസിനെ കണക്കാക്കുന്നത്. സത്യമല്ലേ? നമ്മൾക്ക് ആ വീടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് കിടക്കുക? തെരുവോരത്ത്. സോ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ട്. ആ വീടിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ നമ്മളെ വൃത്തിയായി സൂക്ഷിക്കുക. എപ്പോഴും പറയണ പോലെ വല്ല വയ്യായികൊക്കെ വന്ന് ഒരു ദിവസം അടിച്ചില്ല എന്ന് കരുതിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഷൂസ് അകത്ത് കയറ്റാതിരിക്കുക. അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. നമ്മുടെ നാട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് വെളിയിൽ ഷൂറാക്കുള്ളതുകൊണ്ട് അവിടെ ഷൂ വയ്ക്കാം. ഇവിടെ നമുക്ക് പുറത്ത് കോറിഡോറിൽ വെക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മൾ കയറി വരുന്ന സ്ഥലത്തല്ലേ. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നല്ല രീതിക്ക് എപ്പോഴും പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവരൊരിക്കലും അങ്ങനെ വെക്കില്ല. ഇവർ വെളിയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇവരുടെ ഷൂസ് നിർബന്ധമായിട്ടും വെക്കുന്നത്. വീടിൻ്റെ അകത്തിടാനും ബാത്റൂമിൽ ഇടാനും ഒക്കെ ഇവർക്ക് സെപ്പറേറ്റ് ചെപ്പൽസാണ്. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള പൊടി ഇവരുടെ വീട്ടിലോട്ടേക്ക് വരില്ല. അപ്പം എന്താ, നമ്മൾ താമസിക്കുന്ന ഒരു വീടിന് അവർ സത്യം പറഞ്ഞാൽ ആ ഒരു വീടിന് അവർ കിടന്നുറങ്ങിയും അവരിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആ ഫ്ലോറിന് അവരെ പോലെ തന്നെ ഒരു ജീവനുള്ള വസ്തുവായിട്ട് ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും അവരെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ വീട്ടിലെ ഫ്ലോറിനെയും വീടിനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരത് വൃത്തിയായി ശിക്ഷിക്കുന്നു. അപ്പം നമുക്കും തുടങ്ങാം അല്ലേ?